മൈലി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയാം, ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പെട്ടെന്നേക്കും നമ്മൾ ഫോൺ എടുത്തിട്ട് ആ ചേട്ടാ അല്ലെങ്കിൽ ആ ഇച്ചായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു അടുപ്പം തോന്നില്ലേ? അങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടുള്ള ഒരു ആക്ടറാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബോബി കുര്യൻ. ചേട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാനിപ്പോൾ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, നമുക്ക് ചേട്ടൻ്റെ സ്ക്രീനിലുള്ള ഒരു പെർഫോമൻസ് കണ്ടിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊക്കെ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റുന്ന ആ ഒരു വലിയ ചേട്ടൻ ഉണ്ടാവില്ലേ, എന്ത് പണി വന്നാലും അറ്റൻഡ് ചെയ്യും എന്ന് നമുക്കൊരു ഗ്യാരണ്ടി മനസ്സിൽ തോന്നുന്നൊരു ചേട്ടൻ ആ ഒരു വൈബാണ് തരുന്നത്. റിയൽ ലൈഫിലും അങ്ങനെ ഒരാളാണോ? ഒരുപാട് പേർക്ക് ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു അനിയൻ ഫിഗർ അങ്ങനെ ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന? ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ പണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഞാനൊരു സോളോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റിയൽ ലൈഫ് അങ്ങനെ ആയിരുന്നു. എങ്ങനെയോ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നുമല്ല, പക്ഷേ എല്ലാവരും ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു എല്ലാ കാര്യത്തിനും. അത് അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് മൊത്തം ത്രൂ ഔട്ട്. ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ വീട്ടുകാരും പറയും, ഇവൻ നമുക്ക് വേണ്ടിയല്ല നാട്ടുകാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയും, അല്ല ഫ്രണ്ട്സിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയും. അതങ്ങനെ ഒരു പേരുള്ളതാണ് എനിക്ക്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടറുകളും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സൗഹൃദങ്ങളും എല്ലാം അങ്ങനത്തെയാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അതായത് നമ്മുടെ ക്യാരക്ടറിനോട് ചേർന്നിട്ടുള്ള കഥാപാത്രം നമുക്ക് സ്ക്രീനിൽ ചെയ്യാൻ തന്നെ ഭാഗ്യമാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്. അതെ, എളുപ്പം എന്ന് പറഞ്ഞാൽ അഭിനയം ഒരിക്കലും എളുപ്പമല്ല, നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അഭിനയം എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യില്ല, നമ്മളായിട്ടാണ് പെർഫോം ചെയ്യുന്ന പറഞ്ഞാലും നമ്മൾ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഓൾറെഡി അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ബോബി ചേട്ടൻ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ള വിശേഷം തുടക്കമാണ്. വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ ചിത്രമായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം. അപ്പം ഞാൻ കണ്ടു, എനിക്ക് എസ്തപ്പാനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിലും നമുക്ക് ചിരി തരുന്ന ഓരോ സന്ദർഭങ്ങൾ സമ്മാനിക്കുന്നത് എസ്തപ്പാനാണ്. അത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്ട്രീം വില്ലനിസം കാണിക്കാൻ വേണം, എന്നാൽ ചിരിപ്പിക്കാൻ വേണം, അല്ലേ? അത് ഐ മീൻ ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി ഗോസ് ടു ഡയറക്ടർ ജൂഡ് ആൻ്റണി ആൻഡ് ദ റൈറ്റേഴ്സ്. പക്ഷേ ഞാൻ ഈ ക്യാരക്ടർ എന്നെ പ്ലേസ് ചെയ്യുമ്പം എനിക്ക് കഥയെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല, എനിക്ക് കോള് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ അന്നേരമാണ് ഞാൻ ജൂഡിനോട് ചോദിക്കുന്നത് എന്താണ് ക്യാരക്ടർ. അത് ശരി. അപ്പൊ ചേട്ടൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ കഥയൊന്നും കേൾക്കാതെ ആയിരിക്കും. ചില ആൾക്കാരുടെ നമുക്കൊരു ട്രസ്റ്റ് ആണല്ലോ. അതിപ്പം ജൂഡ് ആൻ്റണിയുടെ കോള് അഭിനയിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ സാറിൻ്റെ മോൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആൻഡിജേൻ്റെ മോൻ വില്ലൻ ക്യാരക്ടർ. പിന്നെ ടെക്നീഷ്യൻസിൻ്റെ സൈഡൊന്നും ചോദിക്കണമെന്നില്ല, ജോമൻറ്റി ജോൺ, അഖിൽ. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ്. നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ചിത്രം അല്ലേ? അതുപോലെ തന്നെയായിരുന്നു ഷൂട്ടും കാര്യങ്ങളും എല്ലാം. കാരണം ഒന്നാമത് വിസ്മയുടെ ആദ്യത്തെ പടം, ആശിഷ്, ഞങ്ങളെല്ലാവരും ജോക്കു എന്ന് വിളിക്കുന്ന ജോക്കുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ പെർഫോം ചെയ്യുന്ന ആദ്യത്തെ പടമാണ്. കാരണം എമ്പുരാനകത്ത് ക്ലൈമാക്സിലൊരു സീനിൽ കാണിച്ചെങ്കിലും അതൊരു മാസ് സീനായിരുന്നു. പക്ഷേ ജോക്കു ത്രൂ ഔട്ട് രണ്ടുപേരും, വിസ്മയും ജോക്കും ത്രൂ ഔട്ട് പെർഫോം ചെയ്യുന്നൊരു സിനിമ ആദ്യത്തെയായിരുന്നു. രണ്ടുപേർക്കും തുടക്കമാണ്. ജോക്കു എന്ന് വിളിക്കുന്ന ആശിഷ് ജോ ആന്റണി എന്നാണ് ആഷിൻ്റെ പേര്. ആഷി എന്നാണ് മേലുകൊണ്ട് സുചേച്ചി ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. ആഷിയുടെ ഫുൾ ഫാമിലി, ആൻജൻ ഓഫ് കോഴ്സ് പ്രൊഡ്യൂസറാണ്, ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ടോട്ടലി ഒരു ഫാമിലി മൂഡിലായിരുന്നു ഷൂട്ട് ചെയ്തത്. കാരണം ഒരു ടെൻഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ വേണമെന്നുള്ള ജൂഡ് അത് അങ്ങനെയാണ് ആ കൺസെപ്റ്റ് ചെയ്തത്. കാരണം രണ്ടുപേർക്കും യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാതെ ഭയങ്കര നൈസാണ്. പിന്നെ അപ്പോൾ ആ രീതിയിലാണ് സിനിമ ത്രൂ ഔട്ട് പോയിരുന്നതും എല്ലാം. പിന്നെ നമ്മളെല്ലാം വളരെ ആസ്വദിച്ച് ചെയ്താണ്. ഹെവി ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഞാനിത് പല ഇൻ്റർവ്യൂ പറഞ്ഞു, നമ്മൾ ഒരാൾ പോലും ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടില്ല, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. കാരണം എല്ലാവർക്കും ഇത് നമ്മൾ തന്നെ ചെയ്യണം, ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പോൾ ഓരോ കിക്കും മറ്റേ എറിയുന്ന സീൻസും എല്ലാം അവിടെ എല്ലാം ഡ്യൂപ്സിനെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വി ഡിസൈഡഡ്, ഞാനും വിസ്മയും ആഷി എല്ലാവരും ഡിസ്കസ് ചെയ്ത് ലെറ്റ്സ് ചേട്ടാ വി നീഡ് ടു ഡു ഇറ്റ്. അങ്ങനെ ഒരു മൂഡിലാണ് പടം ചെയ്തതല്ല. അതുകൊണ്ട് ജൂഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. സിനിമയിൽ അതിൻ്റെ ഔട്ട്കം വന്നു.
അതെ അതെ അതെ. ശരിക്കും ക്ലൈമാക്സിലെ ആ കുറച്ച് സീൻ കുറെ ഒരു 10-25 മിനിറ്റാണ് ഓഡിയൻസിനെ കൈയടിപ്പിച്ചത്. അപ്പം അത് നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അയ്യോ, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ പെൺകുട്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ഇത് കണ്ടപ്പോൾ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അറ്റത്തിരുന്നിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അത്രയും ആ ഒരു ഫൈനൽ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് സീൻ നിങ്ങൾക്ക് പ്രേക്ഷകരെ ദ എഡ്ജ് ഓഫ് ദ സീറ്റിൽ പിടിച്ചിരുത്താൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ പല പ്രാവശ്യം തിയേറ്ററിൽ പോയി പല തിയേറ്റേഴ്സിലൊക്കെ നമ്മൾ പോയി സിനിമ കാണാറുണ്ട്. നമ്മൾ ആദ്യം കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്റേഴ്സിലൊക്കെ പോയി ഷോ കാണുമ്പം എന്നെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ആശിഷിനെ അടിക്കുമ്പോൾ നമ്മൾ തന്നെ കൈയടിക്കുക. അത് ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ് ആ സിനിമ അങ്ങനെ ഓഡിയൻസിന്റെ ഒരു പൾസ് അറിഞ്ഞ് കൊണ്ടുപോകുന്നു. ഇപ്പം നമ്മൾ തുടക്കത്തിന്റെ മുമ്പുള്ള പ്രീ റിലീസിന്റെ സമയത്തുള്ള വിസ്മയുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണാം. അപ്പം നമുക്ക് സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയും പിന്നെ സിനിമയുടെ നമ്മൾ മാർഷൽ ആർട്സ് ഉണ്ടാവും, സ്റ്റണ്ട് ഉണ്ടാവും എന്നൊക്കെ ലാലേട്ടനും വിസ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറെ അറിവാണുള്ളത്. ഫൈനലി ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ എടുക്കുന്നത് നമ്മൾ സിനിമ ഇറങ്ങി സിനിമ കണ്ടതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പോയിലേഴ്സ് വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചതിരിക്കും. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് വിസ്മയുടെ ആ ഒരു വിസ്മയ 2-3 വർഷം തായ്ലൻഡിൽ പോയിട്ട് മാർഷൽ ആർട്സ് പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടൻ ഇത് വല്ല വശം ഉണ്ടായിരുന്നോ, അത് ഇതിനു വേണ്ടി ട്രെയിനിങ് എടുക്കുമായിരുന്നോ, എന്താണ് സംഭവം? ഞാൻ അങ്ങനെ മാർഷൽ ആർട്സും കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതൊരു കോമൺ സെൻസ് പരിപാടിയാണ്. നമ്മൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് അല്ല ഹൈ എൻഡ് ഫൈറ്റ് മാസ്റ്റേഴ്സിനെയൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതിനകത്തൊരു ഇതുപോലെ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ലല്ലോ, നല്ല നാടൻ തല്ലറിയുന്ന അതാണ് ക്യാരക്ടർ. പക്ഷേ ഇപ്പം നമുക്ക് 2 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് സിൽവ സാർ, ഒന്ന് യാനിക് ബെൻ. ടോപ്പ് ഫൈറ്റ് മാസ്റ്റേഴ്സ്. യാനിക് ബെൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫൈറ്റ് മാസ്റ്ററാണ്. അപ്പം ചേട്ടൻ്റെ കൂടെയുള്ള സീനൊക്കെ എടുക്കുമ്പോഴത്തേക്കും വിസ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ചേട്ടാ? ലാൽ സാറിനോട് പെർഫോം ചെയ്യാൻ വന്നപ്പോൾ വിസ്മയ്ക്ക് ശരിക്കും നമ്മളെക്കാൾ ഫിയർ ആയിരുന്നു. കാരണം അല്ല, എൻ്റെ ഡേ ഇസ് മോഹൻലാൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ ഇൻ ഇന്ത്യ, അല്ലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ആക്ടേഴ്സ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഓഫ് കോഴ്സ് അദ്ദേഹത്തിനെ കാണുമ്പം ഇപ്പം നമ്മളാണേലും ഇപ്പം എനിക്കൊരു സീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ പേടിക്കും ആ സീൻ. പക്ഷെ ഒരു പ്രശ്നമില്ല ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ, കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള അവരൊരു ആക്ടേഴ്സ് പാനിക് ആകുമ്പോഴേ ലാൽ സാറിന് അറിയാം, അന്നേരം അവരെ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ സീനിലൊക്കെ സെറ്റില് ചേട്ടനും ഉണ്ടായിരുന്നോ ഈ ഒരു കാണാനായിട്ട്? അപ്പൊ എങ്ങനെയാ ലാലേട്ടൻ എന്തെങ്കിലും ഒരു ഇതൊക്കെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും ഒക്കെ കണ്ടിരുന്നോ? ഒന്നുമില്ല. അത് ലാൽ സാറിന്റെ വേറൊരു ക്വാളിറ്റിയാണ്. ഹി ലീവ് ഇറ്റ് ടു ദ ഡയറക്ടർ. കാരണം അവിടെ ലാൽ സാർ ഒന്നിച്ച് പെർഫോം ഷോട്ടിന് വിളിക്കും, ഒന്ന് വിസ്മയുടെ ഓപ്പോസിറ്റ് വന്ന് പ്ലേ ചെയ്യും. ചിലപ്പം ഇൻഡയറക്ട്ലി അറിയാതെ സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഹി നെവർ ഗെറ്റ് ഇൻവോൾവ്. അത് ഡയറക്ടേഴ്സ് കോളാണ്. അത് ഞാൻ ലാൽ സാറിനെ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ്. അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റിയാണ്. കാരണം അത് ഒരു ഡയറക്ടറിന് വേണ്ട സാധനം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അത് ഒരു ആക്ടറിനെ ഒപ്പിയെടുക്കുക. അതിനകത്ത് ഇപ്പം നമ്മളൊരു വേറൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അതായിരിക്കുമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം ലെറ്റ്സ് ലീവ് ഇറ്റ് ചെയ്യും എന്നുള്ളത്. അത് ലാൽ സാർ അങ്ങനെ ഇൻവോൾവ് ഒന്നും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മായ കംഫർട്ടബിൾ ആയിരുന്നു, പെട്ടെന്ന് അങ്ങ് ഓക്കെ ആയി. അപ്പോൾ ആദ്യത്തെ ഒരു എനിക്ക് 1-2 ഡയലോഗോ കാര്യങ്ങളൊക്കെ ഇപ്പം 1-2 പ്രാവശ്യം എടുത്തു. അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. പക്ഷേ ഇറ്റ് വാസ് എ കൂൾ, വലിയ സെറ്റ് വരുന്നത്. അത് നമ്മൾ ഫുൾ സെറ്റിട്ടാണ് ചെയ്തത് ലാൽ സാറിൻ്റെ ഇൻട്രോ എല്ലാം. ഇവിടെ കളമശ്ശേരിയിൽ മറ്റേ സ്റ്റീഫൻ ദേവസിയുടെ സ്റ്റുഡിയോയിൽ ആ വീടുകളെല്ലാം നിങ്ങൾ സിനിമയിൽ കണ്ട 2 വീടുകളില്ലേ, അത് 2 സെറ്റ് ഇട്ടിരിക്കുന്ന വീടുകളാണ്. ആ 2 വീടോ? അതെ. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ലാലേട്ടന് ചിലപ്പോ അവിടെ ഹൈ റേഞ്ചിലും എല്ലാം ഉള്ള വീടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ സ്റ്റോറിക്ക് വേണ്ടി, കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും മറ്റേ വീട് MD ആയിട്ടുള്ള വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ആ വീട് ആ ടെറൈനിൽ 2 അടുത്തടുത്ത് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീട് അങ്ങനെ കിട്ടാൻ പാടായിട്ട് 2 വീട് ഫുൾ സെറ്റ് ഇട്ടതാണ്. നല്ല രസമുള്ള ചെയ്തിട്ടുണ്ട്. അത് ആ 2 വീടും നമ്മൾ ഇവിടെ സ്റ്റുഡിയോ റിക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫൈറ്റ് ഫുൾ ചെയ്തത്. ഓ മൈ ഗോഡ്. അയ്യോ, നിങ്ങളുടെ ആ ടീമിന് ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കണം. ഇപ്പം ആശിഷിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ എന്താ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നോ ചേട്ടാ? ക്യാരക്ടറിന് വേണ്ടിയുള്ള. ഇപ്പം ആശിഷിനെ സംബന്ധിച്ച് ഹി വാസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ക്യാരക്ടർ. ഹെയർ എല്ലാം വളർത്തി, താടിയൊക്കെ കുറേ സിനിമകൾ കാണാൻ പറഞ്ഞിരുന്നു ഈ കുട്ടികളോട്. അങ്ങനെ അവർ കുറേ ഇങ്ങനത്തെ ഷെയ്ഡ് സിനിമകൾ കുറേ കണ്ടു. അങ്ങനെ കുറേ പ്രിപ്പയർ ചെയ്തു.
പക്ഷേ വെരി കംഫർട്ടബിൾ ആയിട്ടാണ് അവരെ എല്ലാം കൊണ്ട് ചെയ്യിപ്പിച്ചത്. വേറെ ടെൻഷനൊന്നും ഒന്നുമില്ലായിരുന്നു. ഓക്കെ. കംഫർട്ടബിളായിട്ടും പോയി. ഇപ്പം ലാലേട്ടൻ്റെ പേഴ്സണലി ആൻഡ് സിനിമാപരമായിട്ടുള്ള ആ ഒരു കുടുംബത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആശീർവാദ് പ്രൊഡക്ഷൻസിൽ നിന്നും ഇതുപോലൊരു സിനിമ വിസ്മയം ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്ന ഒരു സിനിമ വരികയാണ്, ചേട്ടൻ അതിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? എനിക്കത് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ ആ ആശീർവാദും അതായത് അനുചേട്ടന് ലാൽ സാറും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ട്, നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കണക്റ്റഡാണ് ആ കുടുംബത്തിലെ സ്റ്റാഫുകളെല്ലാം. ഇപ്പോൾ അനുചേട്ടൻ്റെ സ്റ്റാഫുകളാണെങ്കിലും ലാൽ സാറിൻ്റെ സ്റ്റാഫുകളായിട്ടാണെങ്കിലും ഇവരെല്ലാമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഏതോ ഒരു പടം ഡബ് ചെയ്യാൻ വേണ്ടി ലാൽ മീഡിയയിൽ ചെന്നപ്പം അവിടെ ലാൽ സാറുണ്ട്. ഞാൻ ലാൽ സാറുണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്നാൽ അപ്പോൾ എനിക്ക് അവിടെ ഒരു ഡബ്ബിങ് ഉണ്ടായിരുന്നു, ആശാൻ എന്ന് പറഞ്ഞ സിനിമയുടെ. അന്ന് ചെന്നപ്പം അന്ന് അനുചേട്ടൻ എല്ലാവരും പറഞ്ഞ് ലാൽ സാറിൻ്റെ ഡബ്ബ് കഴിഞ്ഞ് പോയപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുക. അപ്പോൾ അനുചേട്ടനെ ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് അനുചേട്ടൻ പോകുമായിരുന്നു. അപ്പോൾ വണ്ടിയെ കയറാൻ നേരം ഞാൻ ചുമ്മാ പറഞ്ഞു, അനുചേട്ടാ വിളിക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊരു പടത്തിൻ്റെ കാര്യം ഞാനിങ്ങനെ അറിഞ്ഞിരുന്നു. അപ്പം ഞാൻ ചുമ്മാ കോമഡി രീതിയിൽ പറഞ്ഞതാണ്. ആ യാത്രയിൽ അനുചേട്ടൻ്റെ കൂടെയുള്ള അനീഷ് എന്ന് പറയുന്നൊരു ആളുണ്ട്. ശരിക്കും അനീഷാണ് ആദ്യം അനുചേട്ടനോട് ഇത് പറയുന്നത്, നമുക്ക് ഇന്ന ക്യാരക്ടർ, നമുക്ക് ബോബിച്ചേട്ടനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് അനീഷിനോട് പറഞ്ഞ് അതവിടെ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ ലാൽ സാറിൻ്റെ വേറൊരു ബിഗ് ബോസിൻ്റെ ഏതൊരു ഷൂട്ട് സമയത്ത് ഈ ചക്കോളാസിൽ ചെന്നപ്പോൾ കൊച്ചിയിൽ, അന്ന് ജൂഡ് ലാൽ സാറിനെ കണ്ടിട്ട് ഇറങ്ങി വരിക. അന്നാണ് ഞാൻ ജൂഡ് ആൻ്റണിയെ ആദ്യമായിട്ട് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്ത് ഞങ്ങൾ പേഴ്സണലി. പക്ഷേ ഞങ്ങൾ ഓടിച്ചെന്ന് ഞാൻ ജൂഡ് സാറിൽ നിന്ന് വിളിച്ചു, ചേട്ടനെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു, ഞാൻ പണി കണ്ടിട്ട് ചേട്ടനെ എനിക്ക് നേരിട്ടൊന്ന് വിളിക്കണമെന്നുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നല്ല പരിപാടികളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് 2018 കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പം അതങ്ങനെ പോയി. പിന്നീട് എനിക്ക് വരുന്ന കോള് ഇതാണ്, ജൂഡിൻ്റെ കോളാണ് എനിക്ക് വരുന്നത്. ചേട്ടാ കൊച്ചിയിലുണ്ടോ? ഉണ്ട്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്തോ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, കാണുമൊന്നും വേണ്ട, പടം ചെയ്യാൻ പോവാണ്, ചേട്ടനൊരു ക്യാരക്ടർ ചെയ്യാൻ, ഉഗ്രം ക്യാരക്ടറാണ്, നിങ്ങൾക്ക് കിടന്ന് അഴിഞ്ഞാടാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നായത്. പിന്നെ ഒരുപാട് ഡിസ്കഷനിലും എൻ്റെ പേര് വന്നു. ഇപ്പം ലാൽ സാറൊക്കെ ആണെങ്കിലും ചേച്ചിയൊക്കെ ആണെങ്കിലും കഥ കേട്ടപ്പം ഇപ്പം എൻ്റെ പേര് വന്നു കഴിഞ്ഞപ്പം അവരെല്ലാം സപ്പോർട്ട് ചെയ്തു. അത് നന്നായിരിക്കും, ബോബി ചെയ്തത് നന്നായിരിക്കും എന്നുള്ള രീതിയിലൊരു കോമൺ ഡിസ്കഷൻ എല്ലാം വന്ന് അങ്ങനെയാണ് ഞാൻ ഇന്നാകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് ലൈഫിൽ ഏറ്റവും കിട്ടിയൊരു ഭാഗ്യമാണ് ഈ സിനിമ ചെയ്യാൻ പറ്റിയത്. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പണി കഴിഞ്ഞ് ഞാൻ കുറേ സിനിമകൾ ചെയ്തു. എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല സിനിമകളായിരുന്നു, നല്ല പ്രൊജക്റ്റുകളുമായിരുന്നു. പക്ഷേ എനിക്ക് പണിക്ക് ശേഷം ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ച അല്ലാതെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാരക്ടർ വന്നത് എസ്തപ്പാനാണ്. അപ്പോൾ ചേട്ടാ ഞാൻ ചോദിക്കുകയാണ്, വാറന്റ് ഡേവി ഓർ എസ്തപ്പാൻ? ഇത് നമ്മളിപ്പം ഒരു 8-10 സിനിമയിൽ അഭിനയിച്ചുള്ളൂ. എനിക്ക് ഓരോ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലെയും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഞാനത് കഴിഞ്ഞ് സുമതി കുളം എന്ന് പറഞ്ഞ സിനിമ, അതിലൊരു 80കളിലെ 90s ഒരു പോലീസുകാരനായിട്ട് ചെയ്തു. എനിക്ക് അത്യാവശ്യം നല്ല അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു. മൂവി ഒരുപാട് പേര് കണ്ടതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ആഘോഷം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിൽ ഞാനൊരു ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ബെന്നി എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അത് കോളേജ് പിള്ളേരുമായിട്ടൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പടം വർക്കൗട്ടായില്ല. ഐ മീൻ ഒരു സൂപ്പർ ഹിറ്റിലോട്ടൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ നാദർഷയുടെ മാജിക് മഷ്റൂം ചെയ്തു. അതിനകത്ത് ഞാൻ നായികയുടെ അപ്പനായിട്ടാണ് ചെയ്തത്. ആ സിനിമയും കൊമേഴ്ഷ്യലി ഹിറ്റായില്ല, അതുകൊണ്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടു പോയില്ല. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്ത ക്യാരക്ടറാണ് അത്. ചേട്ടനപ്പോൾ വിഷമം വരാറുണ്ട് കൊമേഴ്ഷ്യലി ഹിറ്റാവും? കാരണം ആദ്യത്തെ സിനിമയിൽ തന്നെ, നോട്ട് ആദ്യത്തെ എന്നാലും നല്ലൊരു ശ്രദ്ധേയ വേഷം പണിയിലൊരു ബ്രേക്കിന് ശേഷം വന്നപ്പോഴത്തേക്കും ദ പോയിന്റിൽ ഹിറ്റ് ചെയ്ത് അത്രയും സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന കഥാപാത്ര. പിന്നീട് കൊമേഴ്ഷ്യലി അതൊരു ഫെയിലിയേഴ്സ് ആയിട്ട് വരുമ്പോൾ ചേട്ടൻ ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ സിനിമയുടെ ബാക്ക് എൻഡിലും വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് സിനിമ. ഒരിക്കലും നമ്മളിതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴേ ഇതിൻ്റെ ഇന്നർ സൈഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. സിനിമയെ നമുക്ക് പുറത്തിരുന്ന് വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നതിലോട്ടൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും
ഒരു സാധാരണ ഇൻഡസ്ട്രി അല്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചുമ്മാ മെൻഷൻ ചെയ്തിരുന്നു, ഒരു ആവറേജ് സിനിമാസിൽ ഒരു 120 തൊട്ട് 200 പേര് വരെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു 200 കുടുംബങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഈസി പ്രോസസ്സൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഇരുന്നിരുന്ന ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന പോലല്ലോ, ഒരു സിനിമ ലൊക്കേഷൻ കാടുകളിലും മലയിലും പുഴയിലും ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഇതിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ഇതിലൊരു 9 മണിക്ക് ഷൂട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ടാവില്ലേ? ഞാൻ ഒരു സിനിമയിൽ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആ ലൊക്കേഷൻ എല്ലാം കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം തന്നെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഒത്തിരി നേരം ഇരിക്കണം. പേഷ്യൻസ് ആണ്. ആൻ ആക്ടർ ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ 2 things. I mean mainly for your patience. സെക്കൻഡ് ആണ് ആക്ടിങ്. ഇത് നരേൻ എന്ന് പറയുന്ന ആക്ടർ പറഞ്ഞു എന്നോട്. കാരണം അത് ഭയങ്കര നല്ല ക്ലോസ് ആണ്. ഇത് ഭയങ്കര നല്ല ക്ലോസ് ആണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ പേഷ്യൻസ് ആണ്. എൻ്റെ ലൈഫിൽ ഇതില്ലാത്ത ഒരാളാണ്. കാരണം ഞാനൊരു സ്ഥലത്ത് ഒരു 5 മിനിറ്റിക്കുള്ളിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ചേട്ടാ സെയിം. ഞാനും അത് മാത്രമല്ല, അവരൊരു ഡയലോഗ് ഇങ്ങ് തരും, അത് കാണാതെ പഠിച്ച് ഇത്ര ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ പറയാ. എന്നെ കൊണ്ട് എല്ലാ ലൊക്കേഷനുള്ള ശല്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റ് ക്യാരവനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാരവനകത്തുള്ള ഇരിപ്പ് ഭയങ്കര വീർപ്പുകൊണ്ടില്ല, ആരും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച്. അപ്പം ഞാൻ ഇറങ്ങി ചെന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ചോദിക്കും, എൻ്റെ അപ്പം വരും, ഇതിങ്ങനെ ശല്യം ചെയ്യില്ലേ ചേട്ടാ, വണ്ടിയപ്പോൾ ഇരുന്നോട്ടെ വിളിച്ചോളാം. അവസാനം ശല്യം തയ്ക്കാതെ അവർ നേരത്തെ ഷൂട്ട് ചെയ്യണ്ടേ, ഇയാളെ എങ്ങനെയും പണി എടുപ്പിക്കണം എന്നുള്ളത്. കാരണം എനിക്കിങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇരിക്കുന്നത് അടങ്ങി കിടക്കുന്നത്, ബാക്കി ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പം എനിക്ക് പതുക്കെ ശീലമായി തുടങ്ങി. കാരണം ഇതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്, നമ്മൾ ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല, അതിനൊരു ടേക്സ് ടൈം. ഇപ്പൊ പണി എന്നുള്ളൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പ്രേക്ഷകർ ഈ ഒരു ബോബി കുര്യൻ എന്ന് പറയുന്ന പേര് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇത് ലാലേട്ടനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ ചേട്ടനോട് ചോദിക്കുക, ലാലേട്ടനും ചേട്ടനും തമ്മിലൊരു റിലേഷൻഷിപ്പിന്, അല്ലെങ്കിൽ ഹൂ ഇസ് ലാലേട്ടൻ ടു യു എന്ന് ഞാൻ ചോദിച്ചാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സിൽ ചേട്ടൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? He is my role model on many things. It's like a guru. എന്നുവെച്ചാൽ ലാൽ സാറിനെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. ഈവൻ ദോ ഒരു നോൺ സ്റ്റോപ്പ് വർക്കിംഗ് മെഷീനാണ് മോഹൻലാൽ സാർ. അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാലും നമ്മൾ ഇനി ട്രാവൽ ചെയ്താലും ഭയങ്കര ടൈമിങ്ങും കാര്യങ്ങളും, ഈവൻ ഓൺ ഹോളിഡേയ്സ്, അതൊന്നും നമുക്ക് യു കാൺ സീ ഓൺ എന്നെ. ഇപ്പം ഞാൻ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ആക്ടിങ്ങിൽ നമ്മൾ പല സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. ഈ മോഹൻലാൽ സാറിനെ പോലെ ടൈമിങ് കീപ്പ് ചെയ്യുന്ന ഒരാളെ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. 8:30 എന്ന് പറഞ്ഞാൽ 8:29 he will be there. Wow. And if his timing is from 8 o'clock to 8 o'clock, ആ 8 o'clock ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകത്തില്ല. ഒരു കാര്യത്തിലും ഒരാളെയും ഡിസ്റ്റർബ് ചെയ്തില്ല. See, he is living like a king. You don't have to worry about anything. എല്ലാം ചെയ്യാൻ ആൾക്കാർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ he is still മോഹൻലാൽ. അതൊക്കെ പിന്നെ ലാലേട്ടനെ എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് മോഹൻലാൽ? ചേട്ടാ ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ലാലേട്ടനെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ചേട്ടാ, ഐ തിങ്ക് രാജസ്ഥാന് മലക്കോട്ടെ വാലിബന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞാനും അവിടെ ഒരു പ്രോഗ്രാമുമായിട്ട് പോയി. ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ വരുവാ, മറ്റേ മാരിയറ്റിലായിരുന്നു സ്റ്റേ ചെയ്തത്. അന്നേരം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഓറ നമുക്ക് അവിടെ നിന്നേ അറിയാം. ഞാനിങ്ങനെ എങ്ങനെ ഒരു മനുഷ്യന് അങ്ങനെ പറ്റുന്നു? ലൈക്ക് നമ്മൾ ഈ ജെൻസി ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓറ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് പോയിന്റ് ആണ്. ഞാൻ ഓരോ മൊമെന്റ് ലാൽസാറിനെ കാണുമ്പോൾ, ഇന്നലെ ഞാൻ ലാൽസാറിനെ കണ്ടിരുന്നു ഇവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാരവനിൽ പോയി അണ്ണാ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് നേരത്തേക്ക് യു കാണ്ട് ഇരിക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് കയറി. അതെന്താന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇത്രയും നാളായിട്ടും ഓരോ മൊമെൻറ്റ് നമ്മൾ മോഹൻലാൽ സാറിനെ കാണുമ്പം ഇസ് സംതിങ് ന്യൂ. അതൊരു ലൈക്ക് യു സെഡ് ദർ ഇസ് എൻ ഓറ. അത് നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിപ്പം ആദ്യമൊക്കെ എനിക്ക് മോഹൻലാൽ സാറിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഈ പുള്ളിയൊക്കെ എന്തെങ്കിലും ഫോണിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ പുള്ളിയെ നോക്കിയിരിക്കുമ്പോഴേ ഓരോ ക്യാരക്ടേഴ്സാണ് നമ്മൾ മുഖത്ത് ഇങ്ങനെ കാണുന്നത്.
ഇപ്പം മംഗലശ്ശേരി നീലകണ്ഠൻ അങ്ങനെ എങ്ങനെ ഇദ്ദേഹമാണല്ലോ ഇതെല്ലാം ചെയ്തതെന്നൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നുമില്ല, നമുക്കത് പ്രകടിപ്പിക്കാനും പറ്റില്ല. പക്ഷെ പുള്ളിക്ക് അറിയാതെ നമ്മളെന്തോ ഒരു പ്രശ്നത്തിലാണെന്നുള്ളത് പുള്ളിക്ക് അറിയാം. അന്നേരം പുള്ളിയെ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കംഫർട്ടാകും. സീരിയസ്ലി അതാണ് മോഹൻലാൽ സാർ. അപ്പോൾ ഹൂ ഈസ് മോഹൻലാൽ ടു മീ മീൻസ് ലൈക്ക് എവറിത്തിങ്. എൻ്റെ ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് സാറുമായിട്ട് ഇത്രയും അടുക്കാൻ പറ്റിയത്. ചേട്ടാ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക, എങ്ങനെയാണ് ചേട്ടൻ ലാലേട്ടനെ കണ്ടുമുട്ടിയതും ഇത്ര ക്ലോസ് ആയതും? അതിന് കാരണക്കാരൻ രഞ്ജിത്ത് സാറാണ്, ഡയറക്ടർ. ഡ്രാമ എന്ന് പറയുന്നൊരു സിനിമ UK ഷൂട്ട് ചെയ്തു. ഓക്കെ. രഞ്ജിത്ത് സാറാണ് ഡയറക്ടർ. ലാൽ സാർ അതിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ലൈൻ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് UK. അപ്പം മഹാസുബൈറും MK നാസറും ഞാനോട് ചേർന്നാണ് പടം ചെയ്തത്. ഇതിൽ അഭിനയിക്കാനാണ് മോഹൻലാൽ സാർ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാനാണ് ആദ്യം പോയി ഹിത്രോ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്. ഞാനും മഹാസുബൈർ പ്രൊഡ്യൂസർ. അന്നാണ് ചേട്ടൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്? ഇതിനു മുമ്പ് ഞാൻ ലാൽ സാറിനെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അല്ല, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ മോഹൻലാൽ സാറിന് UK ഷൂട്ടില്ലായിരുന്നു. ദിലീപേട്ടനും കാവ്യ ചേച്ചിക്കായിരുന്നു അന്ന്. കാവ്യ ചേച്ചി ഞാൻ അറിയാം, ദിലീപും കാവ്യായിരുന്നു, ജോഷ് സാറൊക്കെ. അന്ന് ഞാനാണ് ആ പടം അവിടെ ചെയ്തു കൊടുത്തത് UK. അന്ന് എനിക്ക് സിനിമാ ലോകമായിട്ടൊക്കെ മുമ്പേ ബന്ധമുണ്ട്. പക്ഷേ ലാൽ സാറിനെ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്, പേഴ്സണലി മീറ്റ് ചെയ്ത് ഫ്ലവർ കൊടുത്ത് ഗ്രീറ്റ് ചെയ്ത് മീറ്റ് ചെയ്യുന്നത് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ വെച്ച്. ഒബിയസ്ലി ഞാൻ അവിടുത്തെ പ്രൊഡക്ഷൻ ചെയ്യുമ്പം എവറിത്തിങ് ഈസ് കോൺടാക്റ്റിങ് മീ. കാരണം പുള്ളി ആദ്യം വന്ന് ചോദിക്കും ഇവിടുത്തെ പ്രൊഡക്ഷൻ ആരാണ്. അങ്ങനെയാണ് ഞാൻ ലാൽ സാറുമായിട്ട് എടുക്കുന്നത്. പക്ഷേ ഡ്രാമ ഷൂട്ടിങ് ത്രൂ ഔട്ട് ഞങ്ങൾ ഡേ ബൈ ഡേ വി വർ ഗെറ്റിംഗ് ക്ലോസ്. അപ്പം ഓഫ് കോഴ്സ് ലാൽ സാറിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കുമ്പം ഇപ്പോൾ ട്രാൻസ്പോർട്ട് ആണെങ്കിലും നാളത്തെ പരിപാടി എപ്പോഴാണ് ഷൂട്ട് എപ്പോഴാണ് എല്ലാം വിളിക്കുന്നത് തന്നെയായിരുന്നു, എവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി വി ഗോട്ട് കണക്റ്റഡ്. പിന്നെ എനിക്ക് ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ ലാൽ സാർ ഒരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നു. സോ വി കോൾ മീ. സോ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലോസ് ലൈക്ക് ദാറ്റ്. പിന്നെ റാം എന്ന് പറഞ്ഞ സിനിമ, ജിത്തു ജോസഫ് സാറിൻ്റെ റാം എന്ന് പറഞ്ഞ സിനിമ 45 ദിവസത്തോളം UK ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ലാൽ സാർ അന്ന് ഉപയോഗിച്ചത് എൻ്റെ ക്യാരവനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഡൽഹി ക്ലോസ് ആയി. ബിക്കോസ് ഞങ്ങൾ ക്യാരവനിൽ കുക്കിങ്ങും, കാരണം സാറിന് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ക്യാരവനി വരും, ഞങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു മൂഡിൽ. ദെൻ ഗുഡ്, വെരി ഗുഡ് ഫ്രണ്ട്സ്. വെരി ഗുഡ്. എനിത്തിങ് ഹി വിൽ മേക്ക്. അതായത് നമുക്കിപ്പോൾ ഉള്ളത് ഒരു പീസ് മീനും അല്ലെ ഒരു പീസ് ബീഫോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയോ ഉള്ളെങ്കിലും ഹി വിൽ മേക്ക് സംതിങ് വിത്ത്. അത് ഫാസ്റ്റ് കുക്കിംഗ് അല്ല സാറിൻ്റെ, പെട്ടെന്ന് ഉണ്ടാക്കി തരും. ചേട്ടന് ലാലേട്ടനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ്? എൻ്റെ അദ്ദേഹം ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ളതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു സംഭവം? നമ്മളൊക്കെ മീറ്റ് കഴിക്കുക. അപ്പം പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും നാൾ UK താമസിച്ചിട്ടൊക്കെ വാഗ്യൂ ബീഫ് എന്ന് പറഞ്ഞൊരു ബീഫുണ്ട്, ഒരു ജാപ്പനീസ് ബീഫ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇത് ലാൽ സാറാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് മതി എൻ്റെ കുക്കിംഗ് പ്രോസസ്സ്. റെസിപ്പി ഓർമ്മയുണ്ടോ? ഒന്നുമില്ല, അത് സ്ട്രെയിറ്റ് ബീഫ് പൊടിൻ്റെ പാനിൽ ഇച്ചിരി ബട്ടറും അതിനകത്ത് ഇച്ചിരി പെപ്പറും, പിന്നെ ലാൽ സാർ അവിടെ കിട്ടുന്ന സോസൊക്കെ എന്തൊക്കെ ഒഴിച്ചു, സോയാ സോസും അതൊക്കെ, സം വൈൻ. അതൊരു 3-4 മിനിറ്റ്സ് കുക്കിങ്ങേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും ഇപ്പോഴും റിമെമ്പർ ചെയ്യുന്നൊരു ഡിഷ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് പലയിടത്തും ട്രാവൽ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ മലക്കോട്ടെ വാലിബിൻ്റെ ലൊക്കേഷൻ ഞാനൊരു 2 ആഴ്ചകളുണ്ടായിരുന്നു. ഞാൻ UK വന്ന്. അത് ലാലേട്ടൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വന്നതാണോ? അതെ. അന്ന് സാറ് ഷൂട്ടുള്ള സമയത്ത് അണ്ണാച്ചി വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം സ്നേഹം പലരും വിളിക്കും. പക്ഷെ ലാൽ സാറ് ഫുള്ളും അണ്ണാന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഞാനും ഇതെല്ലാം യൂസ് ചെയ്യപ്പെട്ട് എല്ലാവരെയും അണ്ണാന്നായി. ഇപ്പം ഞാനും വിളിക്കുന്നത്. അതെല്ലാവരും ലാൽ സാറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഇപ്പം ആൻഡിച്ചൻ സ്നേഹമുള്ളവരെ എന്നാണ് വിളിക്കുന്നത്, അണ്ണാച്ചി. അതൊരു കോമൺ ഒരു ഫ്രേസാണ് ഇപ്പോൾ അതിനിടയ്ക്ക്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ലാൽ സാറുണ്ട് ലണ്ടനിൽ, പാരീസിൽ, മൊറോക്കോ, കുറേ ഇടത്തൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റി. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കെയർ ചെയ്തു ലാൽ സാറിനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് എൻ ആക്ടർ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളൊരു 10-18, എനിക്കറിയത്തില്ല ലാൽ സാറിൻ്റെ സിനിമയിൽ വന്ന ഏജ് എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ നാ. ബട്ട് അന്ന് തൊട്ട് ഈസ് എ സ്റ്റാർ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ലാൽ സാറിന് ശരിക്കും പറഞ്ഞാൽ ഒരു വഴി ക്രോസ് ചെയ്യാൻ പറ്റിയ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ഹിം. സത്യമാണ്. അത് ഞാൻ അന്ന് ഞാൻ ഇതല്ല കാരണം ഞാൻ ചിന്തിച്ചത്. പക്ഷെ പുള്ളി അത് ലൈഫ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം പുള്ളി ഒറ്റയ്ക്കൊരിക്കലും ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു കാലം തൊട്ട്.
ആ പൈസ കൗണ്ട് ചെയ്യാൻ ലാൽ സാറിന് പറ്റില്ല. ആ ബിക്കോസ് അത് നമ്മളിങ്ങനെ ലാൽ സാർ പൈസ കൗണ്ട് ചെയ്യുന്ന ഇങ്ങനെ ഓരോന്നെടുത്ത് വെച്ചിട്ടുണ്ടോ. ആണോ? അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹത്തിന് എവിടെയാണ് പൈസ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പേഴ്സണലി. ഇപ്പം ഇപ്പോഴാണേലും കാർഡൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്, ഈ ഫിസിക്കൽ മണി. അപ്പം ഞാൻ ചിന്തിക്കുക ശരിയാ, പുള്ളി എപ്പോഴായിരിക്കും പൈസ കൊടുക്കേണ്ട വന്നിട്ടുള്ളത്, ഒന്നുമില്ലല്ലോ സിറ്റുവേഷൻസ്, ബിക്കോസ് ഈസ് ഓൾവേസ് സറൗണ്ടഡ് ബൈ പീപ്പിൾ. കഴിഞ്ഞ ദിവസം വിസ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ എൻ്റെ പഴയ ഒരു ഡൗട്ട്, ലാലേട്ടനും മമ്മൂക്കൊക്കെ ബസ്സിൽ കയറിയിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും. ലാൽ സാറിൻ്റെയൊക്കെ കോളേജ് ടൈമിലൊക്കെ ആയിരിക്കാം, അത് കഴിഞ്ഞ് ഐ ഡോണ്ട് തിങ്ക് പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ കയറുന്നുള്ളൂ, അല്ലാതെ there is no situation like that. ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങുക അല്ലേ, നമ്മളൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുക, അതൊക്കെ അവർക്ക് പറ്റും. വലിയ പാടാണ്. പക്ഷേ ലാൽ സാർ പെട്ടെന്ന് പിക്ക് ചെയ്യും. ഷോപ്പിങ്ങിനൊക്കെ ഈ ക്ലോത്തിങ്ങും ജ്വല്ലറിയൊക്കെ ഇസ് വെരി ക്വിക്ക്, പെട്ടെന്ന് ഇവിടെ നിന്ന് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, ഇറ്റ് വിൽ ബി വെരി. ദേഷ്യം വരുമോ ചേട്ടാ ലാലേട്ടന്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാർ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ലാൽ സാറിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പുള്ളി പിണങ്ങും മീൻസ് പിണക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിണക്കം കാണിക്കലല്ല, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ചിലപ്പം ലാൽ സാർ ഞാൻ കണ്ടിട്ടുള്ള ഭക്ഷണം കഴിക്കായിരിക്കും. അത് മീൻസ് നല്ല ഇറിറ്റേറ്റഡ് ആണെന്നുള്ളതാണ് കുട്ടികളുടെ ഒരു സ്വഭാവം പോലെ തോന്നുന്നത്. അയ്യോ അതാണ്, അത് തന്നെയാണ് മക്കളും. ചേച്ചി അത് ഇതെല്ലാം കൂടെ ഒരു ഫാമിലി എങ്ങനെ ഒന്നിച്ചു വന്ന കറക്റ്റ്. സുചേച്ചി ഈസ് സോ സ്വീറ്റ്, ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആ ചേച്ചി. അയ്യോ somebody have told me about it. ഇത്രയും വലിയൊരു ആക്ടറുടെ വൈഫാണ്, ഇത്രയും വലിയ ബിസിനസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്, ഹ്യൂജ് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി, അതിന്റെ ഒരു ഇതും തോന്നൂല്ലാന്ന്. അതോ ഇത് മലയാളത്തിലെ നമ്മുടെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാറിൻ്റെ വൈഫ് അല്ല, ഇത്രയും വലിയ സ്റ്റാറിൻ്റെ ഇത് കണ്ട് ജീവിക്കുന്നു. പക്ഷേ ഷീസ് സോ ഡൗൺ ടു എർത്ത്. അതാണ് ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ രണ്ട് മക്കളിലും ഉണ്ട്. ഇപ്പോൾ ആനിച്ചേട്ടൻ്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ ആനിച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നൊരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ, നത്തിങ് അറ്റ് ഓൾ. പുള്ളിയെ ഭയങ്കര ഒരു സേഫ് സോണിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. നമ്മള് തുടക്കം കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിനകത്ത് ഇനി എവിടെ ആയിരിക്കും ആന്റണി സാർ വരിക എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ആദ്യം പേര് കാണിച്ചപ്പോ തന്നെ അപ്പൊ നമ്മൾ ഓർത്തു ഇനിയിപ്പോ സിനിമയിൽ വരത്തില്ലായിരിക്കും, ഇതിനകത്ത് ഇനി പേരേ ഉണ്ടാവത്തുള്ളൂ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആള് വന്നത്. അത് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു, വന്നപ്പോ ചിരി വന്ന ഒരു സീനായിരുന്നു, അത് രസമായിരുന്നു. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞ സെറ്റ് ഇട്ടത്. ഓൾ റൈറ്റ്. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കര വൈറലായിട്ട് ഓടിയൊരു വീഡിയോ ആയിരുന്നു ചേട്ടൻ ക്യാപ്ചർ ചെയ്ത രാജാവും രാജാവിന്റെ മകനും. അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയാമോ? മൊറോക്കോയിലാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതുപോലെ അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് ലാൽ സാറും ഞാനും ഉണ്ടായിരുന്നു കൂടെ. മൊറോക്കോയിലെ റാമിൻ്റെ ഷൂട്ട് നടക്കുക. അങ്ങനെ പ്രണവ് അവിടെ വന്നു, മൊറോക്കോയിൽ വന്നു. 2 ദിവസം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം അന്ന് പ്രണവ് ഞമ്മളില്ലേ, അപ്പോൾ ലാൽ സാറ് പ്രണവ് വന്ന കോലം കണ്ടു കഴിഞ്ഞപ്പം എന്താ അപ്പോൾ ഇത്, അപ്പം പറഞ്ഞാൽ ഇല്ല ഞാൻ കുറേ ട്രാവൽ ചെയ്ത് വന്നതാണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരം വെളിയിലോട്ട് പോകുന്നൊരു കാര്യം, ഇങ്ങനെ പുറത്തെവിടെയെങ്കിലും നടക്കാൻ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം ലാൽ സാർ എന്നോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പോയി അപ്പൂന് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി കുറേ ഡ്രസ്സെല്ലാം കണ്ടു. പുള്ളി ട്രൈ എല്ലാം ചെയ്തു, അതെല്ലാം ഫോട്ടോസ് എൻ്റെ ഇരിപ്പുണ്ട്. എല്ലാം കുറേ ടീഷർട്ട്സും ബ്ലേസേഴ്സും ഒക്കെ ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ബില്ലടിക്കുന്നിടത്ത് ഇങ്ങനെ ബില്ല് എമൗണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആളെയില്ല, പ്രണവിനെ കാണാനില്ല. അപ്പോഴത്തേനും ലാലേട്ടൻ പറഞ്ഞു എനിക്ക് ആളെവിടെ പോയി, അവനോട് ചോദിക്കല്ലോ ഓക്കെ അല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആളെ പോയി, കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി, പറയാണ്ട് പോയി. കാരണം അപ്പം ഞങ്ങൾ അപ്പം ലാൽ സാർ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും എന്നും പറഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേനും പ്രണവ് പറഞ്ഞ് ഞാൻ ഇത്രയും വിലയുടെ ഡ്രസ്സൊന്നും എൻ്റെ ഈ ട്രാവലൊന്നും ഇടാൻ പറ്റില്ല, ഞാൻ എവിടെയെങ്കിലും എനിക്ക് അസൈൻമെൻറ്റ് ഞാൻ മേടിച്ചങ്ങ് പോവുള്ളൂ, അല്ലാതെ എനിക്ക് ഇത്രയും വിലയുള്ള ഡ്രസ്സുമില്ല ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതങ്ങനെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ആ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നു വന്നപ്പോൾ എനിക്ക് ആ നടപ്പ് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ച് മുന്നിലോട്ട് ഓടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് 19 മില്യൺ 18.5 മില്യൺ അങ്ങനെ ഭയങ്കര വൈറൽ. അല്ല അപ്പോൾ ഇതിൽ പിന്നെ പോകാൻ പറ്റില്ല, അപ്പൂ ഫ്രണ്ട് വിട്ടു. കൊള്ളാം. അപ്പൊ ഇനിയിപ്പോ ചേട്ടന്റെ വരാനിരിക്കുന്ന പ്രോജക്ട്സ് കോട്ടയം ബെൽറ്റ്. ഇനിയിപ്പം അല്ല, ഞാനിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ബെൽറ്റ്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന പടം, ആസിഫ് അലി മെയിൻ ലീഡ് ചെയ്യുന്നു. ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ. ഒരു
ഒരു ഓഡിയൻസിനെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ജസ്റ്റ് ജോയ് അതുമാതിരി മേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റോറി ലൈനും അങ്ങനെയാണ്. ഞങ്ങൾ 4 ബ്രദേഴ്സിൻ്റെ കഥയാണ്. മൂത്തയാള് ഞാൻ, ഷൈൻ ടോം ജോക്കോ രണ്ടാമൻ, മൂന്നാമത്തെ ആളാണ് ആസിഫ് അലി. ആസിഫ് അലി ലീഡ് ചെയ്യുന്നത്. പിന്നെ 4ാമതൊരു ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. അദ്ദേഹം ഒരു ഇച്ചിരി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഞങ്ങൾ 4 ചേട്ടാനിമാരുടെ കഥയാണ് കോട്ടയം ബെൽറ്റ്. എൻ്റെ ഇനി അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന പടം ലോ ആൻഡ് ഓർഡർ, രഞ്ജിത്ത് സാറിൻ്റെ, സെപ്റ്റംബർ 4-ാം തീയതി. ഇപ്പോൾ കോട്ടയം ബെൽറ്റ് ഷൂട്ട് നടക്കുന്നു. അത് കഴിഞ്ഞൊരു പ്രൊജക്റ്റ് കൂടെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഡബിൾ കൺഫേം ആക്കിയിട്ട് കൺഫേം ചെയ്യാം. പുറത്ത് പറയാറായിട്ടില്ല. അപ്പം നല്ല നല്ല പരിപാടികളൊക്കെ വരട്ടെ. താങ്ക് യു. എന്തായാലും പണിയിൽ ഇങ്ങനെ മരിച്ചു പോയത് കൊണ്ട് പരിപാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നൊരു വിഷമം. പരിപാടി ഞാൻ കേട്ട് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ ആ സിനിമയിലില്ല, പക്ഷെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. പക്ഷേ അത് ഉറപ്പായിട്ടും പണിയെ പോലൊരു അല്ലെ പണിക്ക് മുകളിൽ നിൽക്കുന്നൊരു പടമായിരിക്കും എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ചെറിയ ത്രെഡും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബിഗിനിങ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അടിപൊളി. നമ്മുടെ കുറേ ഫ്രണ്ട്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജോജിയൊക്കെ ഭയങ്കര തിരക്കല്ലേ. ഇത് ഇപ്പം ബോബ് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ കാത്തിരുന്ന് നിന്നാണ് എനിക്കൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഇതൊരു ഓണം ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യമെല്ലാം മറന്നുപോയി. നമ്മളും എന്തൊക്കെയോ മാറ്റർ പറഞ്ഞങ്ങ് പോയി. ചേട്ടന്റെ ഓർമ്മയിലുള്ള ഒരു നല്ല ഓണമാണ്. ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ. ഞാനൊരു 10th കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വെളിയിൽ പോയി. പിന്നെ ഞാൻ ദുബായ് ലണ്ടനായിട്ടൊക്കെ പോയി. അപ്പം എൻ്റെ ഓർമ്മയിലുള്ള നല്ല ഓണങ്ങളെല്ലാം UK-യിലാണ്. അപ്പം UK-യിലായതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും. കാരണം നമുക്ക് ഒക്കേഷണലി വരുന്ന ഒരു ഫെസ്റ്റിവലാണ്. ശരിക്കും പുറത്തോട്ടാണ് ഓണം സെലിബ്രേറ്റ്. കാരണം ഇത് ഇത്രയും ഫാമിലികളെല്ലാം ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഒരു നമുക്ക് കാരണം പൊതുവേ മലയാളികളെല്ലാം അവധി എടുക്കും, അല്ലെങ്കിൽ അവധി കൊടുക്കും. ഇപ്പം മിഡിൽ ഈസ്റ്റൊക്കെ ആണെങ്കിൽ പൊതുവേ മലയാളികളുള്ള കമ്പനികൾക്കെല്ലാം അവധിയാണ്. പിന്നെ UK-യിലാണെങ്കിലും നമ്മളിപ്പം ഒരു ഓണം വരുന്ന തേഴ്സ്ഡേ ആണെങ്കിൽ നമ്മൾ ഫ്രൈഡേ അല്ലെ സാറ്റർഡേ വീക്കെൻഡിൽ ഉറപ്പായിട്ടും എല്ലാവരും നാടൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. അസോസിയേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മകളൊക്കെ നല്ല ഓണങ്ങളും എല്ലാം സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം UK-യിലാണ്. ഒബ്വിയസ്ലി ഈ പ്രാവശ്യത്തെ ഓണം എവിടെയായിരിക്കും എനിക്കറിയത്തില്ല. മിക്കവാറും കോട്ടയം ബെൽറ്റിൻ്റെ ലൊക്കേഷനിലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുണ്ട് കട്ടപ്പന, അമ്മയുടെ അടുത്തിട്ട് പോകും. ചേട്ടൻ കട്ടപ്പനയിൽ എപ്പോഴാണ് UK പോയത്? ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ കോട്ടയത്താണ് പഠിച്ചത്. പിന്നെ ബാംഗ്ലൂർ, ബോംബെ, പിന്നെ ദുബായ്, അങ്ങനെ അങ്ങ് പോയി ഞാൻ. അങ്ങനെ അങ്ങ് പോയതാണ്. അപ്പം എൻ്റെ ശരിക്കുള്ളൊരു ടൈം ഞാൻ കട്ടപ്പനയിലൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 10th വരെയാണ്. പിന്നീട് ഫുൾ ട്രാവലിംഗ്, പിന്നെ ഫുൾ അങ്ങ് ട്രിപ്പ് കയറി അങ്ങ് പോയി. ഈ സിനിമ എപ്പോഴെങ്കിലും മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നോ ചേട്ടാ? ഇത്രയും വലിയ സത്യം പറയുകയാണെ ഹാർട്ട്സ് ഓൺ ഹാൻഡ് ഞാൻ ഒരിക്കലും സിനിമയിൽ എനിക്ക് ഒരുപാട് പേരുമായിട്ട് സിനിമയിൽ കണക്റ്റഡ് ആണ് ഞാൻ ഇപ്പം പണിയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് എനിക്ക് ലാൽ സാറിനെ അറിയാം. എനിക്ക് ഈവൻ എത്രയോ ഡയറക്ടേഴ്സിനെ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ, ഒരുപാട് ആക്ടേഴ്സുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരുന്നു. ചേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സിനിമാക്കാരൻ ആരായിരുന്നു? വിച്ച് ഇയർ? എനിക്കൊരു ക്യൂരിയോസിറ്റി അറിയാൻ. ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സിനിമാക്കാരൻ നാദിഷിക. ആ ബന്ധം അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് വേറൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ സിനിമ റിലേഷൻഷിപ്പ് ഒരു ഫിലിം മേക്കറോ അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളല്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ. സോറി, ദിലീപ് ഏട്ടൻ. പക്ഷേ നാദിഷിക വഴിയാണ് ഞാൻ ദിലീപ് ഏട്ടനുമായിട്ട് എടുക്കുന്നതല്ല. പക്ഷേ ഇവർ രണ്ടുപേരും, പിന്നെ ജാഫർ ഇടുക്കി, ഇവരൊക്കെ ഒരുപാട് പേര്. അങ്ങനെ ജയസൂര്യ, ഞാൻ പറയുന്ന 24-25 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ദുബായിലുള്ള സമയത്തെ കാര്യം. അന്ന് തൊട്ട് ഞാനിങ്ങനെ കണക്റ്റഡ് ആണ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ പലരെയും പരിചയപ്പെടുമല്ലോ. പിന്നെ ഞാൻ UK-യിലായി കഴിഞ്ഞ് സെറ്റിൽഡായി കഴിഞ്ഞ് ആര് വന്നാലും ഞാനേ ഹോസ്റ്റ് ചെയ്യുള്ളൂ. അത് അവരെന്നെ വിളിച്ചില്ല, ഞാൻ അവരെ വിളിക്കും. അതങ്ങനെ ഒരു ബന്ധങ്ങളായിപ്പോയി. പിന്നെ ഓട്ടോമാറ്റിക്കലി പലരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം ഒരു ആക്ടർ എൻ്റെ ആൾ വരുന്നുണ്ട്, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഓഫ് കോഴ്സ് ഇവരൊക്കെ അവിടെ വരുമ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ദ ബെസ്റ്റ്. അപ്പം ഞാൻ ഒരുപാട് പേരെ അങ്ങനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലൊന്നും ഞാൻ ഒരാളോട് പോലും എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, നല്ലൊരു ചാൻസ് തരണം. ഞാൻ അന്നേരവും ചിന്തിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ആ സൈഡൊക്കെ ആയിരുന്നു. അതിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇത്, സോറി. എനിക്കൊരു ക്യാരവനുണ്ട് UK-യിൽ. അപ്പം ഞങ്ങളുടെ ഒരു ട്രിപ്പിൽ അന്ന് മാർട്ടിൻ ബ്രക്കാട്ട്, ജോജു, ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്ത ജിത്തു, അഷ്റഫ്, ഇവർ ജോജുവിലൂടെ ഒരു ട്രിപ്പ് വന്നു, ഇവർ 3 പേര്. അങ്ങനെ ഞങ്ങളൊരു സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഭയങ്കര ജോളി ട്രിപ്പായിരുന്നു. അപ്പം അന്നാണ് മാർട്ടിൻ ബ്രക്കാട്ട് ഞാനും ക്ലോസ് ആകുന്നത്.
അന്ന് മാർട്ടിൻ ബ്രക്കാട്ടാണ് ആദ്യം എന്നോട് ചോദിച്ചോളൂ തന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ താൻ വരുമെന്ന് ചോദിച്ചു. ഹീ സ്പാർക്ക് സംതിങ് ഓൺ മീ. എനിക്കന്ന് ബിക്കോസ് ഞാൻ ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ എന്തോ ഹീ നോട്ടീസ് സംതിങ് ഇൻ മീ. അപ്പം ഞാൻ ചുമ്മാ തമാശക്ക് അപ്പം ജോജു അന്നേരം എന്നോട് പറഞ്ഞു, എടാ ഇത് ആരാ വിളിക്കുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു കോള് കിട്ടാൻ നാട്ടിൽ ആയിരക്കണക്കിന് പിള്ളേർ വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു എന്നാ എന്തെങ്കിലും പരിപാടി വഴിയാണെങ്കിൽ പറയാം നമുക്ക് നോക്കാമെന്നൊക്കെയുള്ള രീതിയിലന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടു. പിന്നീട് എന്നെ ശരിക്കും ആക്ടിങ്ങിന് വിളിക്കുന്നത് ജോജുവാണ്. പണിയുടെ സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ എന്നെ ജോജു വിളിച്ചിട്ട് പറഞ്ഞാൽ ഇതിനകത്തൊരു ക്യാരക്ടർ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്, അത് നീ തന്നെ ചെയ്യണം, അത് നീ നിൻ്റെ മീറ്ററിൽ അങ്ങ് പിടിച്ചാൽ മതി, അതൊക്കെ കംഫർട്ടബിൾ ആയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കളി. അന്ന് ഞാൻ ഭയങ്കര ക്ലോസ് ആണല്ലോ, അപ്പം എനിക്ക് ജോജു അല്ലേ കംഫോർട്ട് സോണാണ്. അപ്പം അങ്ങനെ ഒരു ഓക്കെ പറഞ്ഞതാണ്. പക്ഷേ വന്നു ചെയ്തു, അയാളത് നന്നായിട്ട് എടുത്തു. ജോജു അത് വൃത്തിയായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെ കൂടെ, എന്നെ മാത്രമല്ല പണി സിനിമയിൽ അഭിനയിച്ച എല്ലാവരെയും അത് ജോജു മോൾഡ് ചെയ്തെടുത്താണ്. ഇന്ന് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ജോജുവാണ്. അപ്പം അതാണ് എൻ്റെ സിനിമ ട്രാവൽ. ഞാൻ അതിന് ശേഷം പണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UK സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2-3 മാസമാണ്. ബാക്കി ഫുൾ ടൈം ഞാൻ നാട്ടിലാണ്. ഞാൻ ഇപ്പോൾ 11ാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്നത് 11ാമത്തെ സിനിമയാണ്. അടിപൊളി. അതും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അഗെയിൻ എല്ലാ സിനിമകളും നമുക്ക് പ്രതീക്ഷയുള്ളതാണ്. കോട്ടയം ബെൽറ്റ് ഞങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷയുള്ള എനിക്ക് നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഞങ്ങളുടെ ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജിസ് ജോയി ഈ ഒരു പതിവ് സ്റ്റൈലിൽ നിന്ന് മാറ്റി പിടിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, ഒരു മാസ് ഫാമിലി ത്രില്ലറാണ്. അപ്പം നല്ല ടീമാണ്, അവരുടെ ഷൂട്ടിങ് അതിഗംഭീരമായിട്ട് വന്ന് എടുക്കുന്ന സീൻസുകളൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം സംതിങ് ഈസ് കമ്മിങ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തതിനും കൈരളി TV-യുടെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും ഒരു ഗംഭീര ഓണം നേരുന്നു. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ചാനലിൽ ഒരു ഷൂട്ടിന് വെച്ച് ചേട്ടനെ കണ്ടിട്ടുള്ളതാ. ട്രസ്റ്റ് മീ, അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ചേട്ടൻ്റെ അടുത്തൊരു ഭയങ്കര സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേക ലൈക്ക് എവറിബഡി വാസ് ഹാവിങ് എ സ്പെഷ്യൽ അഫെക്ഷൻ ടുവേർഡ്സ് യു. എല്ലാവർക്കും ബോബി ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ, ഞാൻ നേരത്തെ ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. അന്നേ ഒന്ന് മീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇതേപോലെ ഒരു അവസരം ഈ ഒരു ഓണക്കാലത്ത് വന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷം. അപ്പൊ ചേട്ടാ ഒരുപാട് നല്ല ഹിറ്റുകൾ ഇനിയും ചേട്ടനുണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. UK പോകണ്ട, നമുക്ക് ഇവിടെ വേണം. അതാണ് എനിക്ക് എൻ്റെ ഫാമിലി അവരെല്ലാം മിസ് ചെയ്യുന്നു. പക്ഷേ അവരവിടെയാണല്ലേ? അതെ അതെ, എൻ്റെ വൈഫ് സ്മിത, കുട്ടികൾ ഹന്ന, ഹാരോൺ. എനിക്ക് ഏറ്റവും ഞാൻ ഇപ്പോൾ ഒരു ഡിറ്റാച്ച് ഫീലിംഗ് അനുഭവിക്കുന്ന എനിക്കൊരു ഡോഗുണ്ട്, ഷിഗർ. പിന്നെ പക്ഷേ വീഡിയോ കോളിലൊക്കെ മാനേജ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പം കോട്ടയം ബെൽറ്റ് കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും UK പോകും, ഇല്ലെങ്കിൽ ഡിവോഴ്സ് ഉറപ്പാണ്. പോയിട്ട് വന്നോ? ഇടയ്ക്ക് പോകണം. കാരണം പക്ഷേ ഇതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു എവിടെയോ, ഇതൊരു ഭയങ്കര അഡിക്ഷനാണ് നമ്മൾ ആക്ടിങ് എന്ന് പറയുന്നൊരു സംഭവം. ഇത് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. എൻ്റെ അറ്റ് ദി ഏജ് ഓഫ് 46-47 ഐ ഗോട്ട് കംപ്ലീറ്റ്ലി ഒരു ദോശ മറിച്ചിട്ട് പോലെ ആയിപ്പോയി എൻ്റെ ലൈഫ്. ഞാൻ ടോട്ടലി അതെ, അതായത് ഞാനതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. എന്നോട് ഒരുപാട് ആക്ടേഴ്സ് തൊട്ട് ഡയറക്ടേഴ്സ്, ഈ സിനിമയിലെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, സക്സസ് ആകാൻ പോകാതെ പറ്റിയ ഒരുപാട് പേരെ നമ്മൾ ട്രാവലിൽ കാണും. അപ്പോൾ അവരെല്ലാം പറയുന്നത്, ചേട്ടാ ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പം നമ്മളിത് കേട്ടപ്പം നമുക്ക് തന്നെ തോന്നി തുടങ്ങി, ശരിയാണ്, ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ പീപ്പിൾ എന്ന് പറയുന്നത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയ നമ്മളൊരു വലിയ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടെ നമ്മളെ കാണുമ്പോൾ ഇന്ന ആളല്ലേ എന്ന് തിരിച്ചറിയുന്നത് അതെ മഹാഭാഗ്യം. നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനോട് 100% നീതി പുലർത്തി അത് ചെയ്തു കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് നമ്മൾ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വി വിൽ സർവൈവ്. അല്ലാതെ എനിക്കിപ്പം ഒരു നല്ലൊരു ആക്ടർ ചെയ്ത് ഒരു സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ട് അയ്യോ ആ വേഷം എനിക്ക് ചെയ്യായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ദാറ്റ്സ് നോട്ട് യുവർ കോൾ. നമുക്ക് വരാനിരിക്കുന്ന കോൾ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പം പലർക്കും ഇപ്പം ഓപ്പണായിട്ട് പറഞ്ഞാൽ കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ദിലീഷ് പോത്തൻ ചെയ്യാനിരുന്ന ക്യാരക്ടറായിരുന്നു. അതെൻ്റെ ലക്ക് എന്ന് വെച്ചാൽ ദിലീഷ് പോത്തൻ മോഹൻലാൽ സാറിൻ്റെ പടത്തിൽ എൻ്റെ ഡയറക്ഷൻ സൈഡിലോട്ട് പോവുക. അപ്പം അദ്ദേഹം കഥയും എൻ്റെ പ്രിപ്പറേഷനുമായിട്ട് കയറിയത് കൊണ്ട്
എനിക്ക് വന്ന കോളാണ്. അപ്പൊ ചേട്ടൻ ആരാ വിളിച്ചേ കോട്ടയം മെറ്റിനകത്തോട്ട്? ജിസ് ജോയ് തന്നെ വിളിച്ചത്. വിളിച്ചത് സി അപ്പം എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് ആണത്. ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ട് ഇരുന്നതിന്. കാരണം ദിലീഷ് പോത്തിനെ പോലെ ഒരാൾക്ക് വെച്ചൊരു ക്യാരക്ടർ അത് എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയാണ് ഈ സിനിമ വരുന്നത്. സിനിമ ഹാപ്പനിങ് ആണ്. പലർക്കും കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അവർ ഒരു റൈറ്റർ നമ്മളെ ഒരു കഥ എഴുതുമ്പം ഒരു ക്യാരക്ടറിനെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എന്തെങ്കിലും ചെയ്തു വെക്കണം അല്ലേ? അയാളെ കൊണ്ട് ഇത് ലിഫ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം പല ക്യാരക്ടേഴ്സും ഇപ്പം ഞാൻ ചിന്തിക്കുക എനിക്ക് ചെയ്യാമെന്ന്, പക്ഷെ അവർക്ക് തോന്നുന്നില്ല അയാൾക്ക് ചെയ്യാൻ പറ്റുന്നു. സോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൾസ് വരുന്നുണ്ട്. അപ്പം നല്ല പ്രൊജക്ട്സുകൾ എനിക്കിനിയും മാറ്റി പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യാതെ, ടൈപ്പ് കാസ്റ്റിംഗ് അല്ല ആക്ച്വലി ഞാൻ എല്ലാം ചെയ്തിരിക്കുന്ന വേറെ ക്യാരക്ടേഴ്സാണ്. പിന്നെ നമ്മൾ 1-2 സിനിമയൊക്കെ 2-3 സിനിമയൊക്കെ ഒരേ സമയം പാരലൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നമാണ് നമുക്ക് ലുക്കൊന്നും അധികം മാറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ എനിക്ക് അറിയാം, നമ്മൾ ചെയ്യുമ്പോഴേ അറിയാം. പക്ഷേ ഇനി വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനത്തെ കോളുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അടിപൊളി. അപ്പം എന്തായാലും നമ്മൾ ഈ ഇന്റർവ്യൂവിന് ഷൂട്ട് ചെയ്യുന്ന 2ാമത്തെ കൺക്ലൂഷൻ ആണ്. കാരണം ഇറ്റ് വാസ് വെരി മച്ച് ഫൺ ടോക്കിംഗ് ടു യു ചേട്ടാ. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. മൈ പ്ലഷർ. താങ്ക് യു. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു ഓൾ.